അടയ്ക്കാത്തോട് അംഗവൈകല്യം ബാധിച്ച പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതി പിടിയിൽ. അംഗവൈകല്യം ബാധിച്ച പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി രാജീവൻ പിള്ളയെ കേളകം പോലീസ് പിടികൂടി. ഇന്നലെ രാത്രി കർണാടകയിൽ വെച്ച് കേളകം പോലീസ് അന്വേഷണത്തിന് നിയമിച്ച ശ്രീജേഷും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. മദ്യലഹരിയിലായിരുന്ന രാജീവൻ പിള്ള സെപ്റ്റംബർ 15 ഓണത്തിന് സദ്യ നൽകാനെന്ന പേരിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തതെന്ന് അച്ഛൻ പറയുന്നു. സംഭവത്തിന് ശേഷം കുട്ടി അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞ് കേളകം പോലീസിൽ പരാതി നൽകി. ഓണത്തിന്റെ 15-ാം തീയതിയാണ്. ഉച്ച കഴിഞ്ഞ് രാജീവ് എന്ന് പറഞ്ഞ ആളെ എന്റെ വീട്ടിൽ നിന്ന് കൊച്ചിനെ വിളിച്ചോണ്ട് പോവായിരുന്നു. ആണല്ലേ. ചേട്ടൻ എങ്ങനെയാ അറിഞ്ഞത്? കൊച്ചു പറഞ്ഞിട്ടാണോ അറിഞ്ഞേ? കൊച്ചു പറഞ്ഞിട്ടാ അറിഞ്ഞത്. എത്രാം ക്ലാസ്സിൽ എങ്ങനെ പഠിക്കുന്നേ? അതിന് ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധി. അത് പട്ടുകത്താ ഉള്ള പട്ടുകത്തും ഞാൻ ഓണത്തിന്റെ അവധിക്ക് കൊണ്ടുവന്നു. ആണല്ലേ. അപ്പൊ കൊച്ചെന്താ ചേട്ടനോട് പറഞ്ഞത്? കൊച്ചു ഞാൻ വേറെ ഒരു വീട്ടിൽ തന്നെ ഓണത്തിന് കളിച്ചത്. ഞാനും കൊച്ചും കൂടെ അങ്ങോട്ട് പോയപ്പോ എന്റെ വീടിന്റെ അതിലേ അങ്ങോട്ട് പോയത്. അന്നേരം ഈ കൊച്ചു പറഞ്ഞു അവിടെ വേദനയുണ്ട് ഇവിടെ വേദനയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്നാ പറ്റിയെന്ന്. അപ്പൊ ആ ചേട്ടാ ഇങ്ങനെ കാണിച്ചു അങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞു. ആണല്ലേ. അപ്പം ഇത് ഓണത്തിന്റെ അന്ന് ഇപ്പൊ എപ്പോഴാ എന്നിട്ട് പിന്നെ പോലീസിൽ അറിയിച്ചതൊക്കെ? അന്ന് വൈകിട്ട് പോയി. അന്നേരേ പോയി. ആണല്ലേ. അതിന് മുമ്പ് ഇവൻ ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിന്റെ ഇവിടെ പേര് കൊണ്ട് കേസ് കൊടുക്കും. ഈ മന്ദബുദ്ധി കൊച്ചാണ് ചെയ്ത് ശരിയാണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു കേസ് കൊടുക്കല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്നെ ക്ഷണിച്ച വീട്ടിലോട്ട് പോയി. ഞാൻ അവരോട് പറഞ്ഞു. പരാതി നൽകി അടുത്ത ദിവസം തലശ്ശേരിയിലും കണ്ണൂരുമായി കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് രാജീവൻ പിള്ളയ്ക്കെതിരെ പീഡനത്തിന് കേസെടുത്തത്. മദ്യപാനം മൂലം ഇതിനു മുമ്പ് ഭാര്യ കൊടുത്ത പരാതിയിലാണ് ആദ്യമായി രാജീവൻ പിള്ളയുടെ പേരിൽ കേസ് വന്നത്. അടയ്ക്കാത്തോട് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ ഇയാൾ വർഷങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ റബ്ബർ ടാപ്പിംഗിന് വേണ്ടി ജോലി അന്വേഷിച്ച് 3-4 വർഷം നിന്നിരുന്നു. സംഭവത്തിനു ശേഷം കർണാടകയിലെ റബ്ബർ എസ്റ്റേറ്റിൽ നിന്നും ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ശ്രീജേഷും സംഘവും പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ടുഡേ വിഷൻ, കണ്ണൂർ.